നാലാം യാമം അധ്യായം 9 മാന്ത്രിക നോവൽ. വീരഭദ്രന്റെ ഹൃദയം അത്യുൽക്കടമായി തുടിച്ചു. തിമിരം വന്ന് മൂടിയതുപോലെ കണ്ണുകൾക്ക് മങ്ങലേറ്റു. മുഖം കടലാസ് പോലെ വിളറുകയും ശരീരം തളർന്ന് വിയർപ്പിൽ കുളിക്കുകയും ചെയ്തു. തന്റെ കണക്കുകൂട്ടലുകൾക്ക് വീണ്ടും പിഴവ് പറ്റുകയാണെന്നറിഞ്ഞ് വീരഭദ്രൻ നടുങ്ങി. വെയിലൊരു പ്രളയം പോലെ പെയ്തു നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അർദ്ധരാത്രിയുടെ ഇരുട്ടായിരുന്നു. തനിക്ക് അഭിമാമ്യം. ഒരു ഗ്രഹണത്തിൽപ്പെട്ടാണെങ്കിലും സൂര്യൻ ഒന്ന് മയങ്ങിയിരുന്നെങ്കിലെന്നവൻ കൊതിച്ചു. ഗ്രഹണകാരകനായ കേതുവിനെ വിളിച്ച് കേഴുകയും ചെയ്തു. സർപ്പകൃതി മതിഹൂരം സൂര്യചന്ദ്രധായനകം തമോമയാമഹം വന്ദേ ഉത്താസപ്രതി തീക്ഷണം. ഏകാഗ്രമാകാത്ത ആ മനസ്സിൽ നിന്നും ഒരിത്തിരി നേരത്തിനുള്ളിൽ ഒരുപാട് ധ്യാന ശ്ലോകങ്ങൾ ഉറവെടുത്തു. എന്തിനു വേണ്ടിയാണെന്ന് പോലും ചിന്തിക്കാതെ വീരഭദ്രൻ ഒന്നിനു പുറകെ ഒന്നായി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. പക്ഷേ ആഗ്രഹം പോലെ ഗ്രഹണം നടന്നില്ല. വെയിൽ മുങ്ങിയില്ല. പ്രപഞ്ചം ഇരുട്ടിൽ മുങ്ങിയില്ല. അവനെ പരിഹസിക്കും മട്ടിൽ ഒരു ചെല്ലച്ചെറുകാറ്റ് പോലും വീശിയില്ല. പതിവില്ലാത്തൊരു നേരത്ത് പടിപ്പുരയിൽ ആളുകൾ തിരിയിരിക്കുന്നു. താൻ ആഗ്രഹിക്കാതെ വന്നെത്തിയവരാണിവർ. അതുകൊണ്ട് തന്നെ അസ്വസ്ഥത തോന്നുകയും ചെയ്തു. അവർ കാണാതെ വേണം നിലവറയിലെത്താൻ. ഗുരുജിയെ തന്നെ ആരും കാണാതിരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഗ്രാമൻ മുഴുവൻ ഗുരുജിക്ക് വേണ്ടി തിരയുമ്പോൾ കൊല്ലൂർ മനയ്ക്ക് മുമ്പിൽ ഗുരുജിയെ കണ്ടാൽ അതിക്രമം തന്റെ ഇല്ലത്തിന് നേരെയും പകരും. വരുന്നവരോട് എന്ത് സമാധാനം പറയാനുണ്ട്? നാട്ടുകാരുടെ മുഴുവൻ കണ്ണുകളിൽ മാന്യനാണെന്ന് വരുത്തി തീർത്തിട്ട് ഒരു നിമിഷം കൊണ്ടെല്ലാം തരിപ്പണമാക്കാനോ? ഇല്ലത്തിനു മുന്നിലുള്ള ഒരു പടർപ്പൻ മരച്ചുവട്ടിൽ ഒളിഞ്ഞു നിൽക്കുകയാണവൻ. കുറെ അകലെ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഹരിശങ്കരനും. തന്റെ കണ്ണു വെട്ടിച്ച് ഗുരുജി എങ്ങോട്ടും രക്ഷപ്പെട്ടുകൂടാ. ഗുരുജി എന്തിന് കൊല്ലൂർ മനയിലേക്ക് പോന്നു? രക്ഷപ്പെടാനാണെങ്കിൽ അതെവിടെ തന്നെ വേണോ? ഹരിശങ്കരൻ അത്ഭുതം വളരുകയാണ്. പടിപ്പുരയിലെ ആളുകളുടെ ഉത്കണ്ഠയും അവനവിടെ നിന്നാൽ കാണാമായിരുന്നു. കാത്തുനിന്നും അടുത്തതിനാൽ അവരുടെ മുഖത്ത് അസ്വസ്ഥതകൾ പ്രകടമായിരുന്നു. വീരഭദ്രൻ സ്ഥലത്തുണ്ടാവില്ലെന്ന് വരുമോ? ഇല്ലം വിട്ട് അവനങ്ങനെ എവിടേക്കും പോകാറില്ലല്ലോ. അകലെ, വളരെ അകലെ നിന്നും എന്തൊക്കെയോ പൊട്ടിയടർന്നു വീഴുന്ന ശബ്ദം കേൾക്കുന്നു. ഗുരുജിയുടെ ഇല്ലം തകർന്നു വീണതായിരിക്കുമോ? ഹരിശങ്കരൻ ഒന്ന് നടുങ്ങി. തിരിഞ്ഞൊന്ന് നോക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും അവനത് അടക്കി. കാരണം ഗുരുജി കണ്ണിൽ നിന്നും കണ്ണെടുത്താൽ എങ്ങോട്ടും അറിയുമെന്ന് അറിയില്ല. ഇത്രയും കഷ്ടപ്പെട്ട് താൻ ഇത്തരമൊരു അവസരത്തിൽ ഇറങ്ങിപ്പോന്നത് തന്നെ ഗുരുജി ഇവിടെ ഒളിച്ചിരിക്കുന്നുവെന്ന് അറിയാനാണ്. വള്ളിപ്പടർപ്പുകളും മുൾച്ചെടികളും താണ്ടി ഇവിടം വരെ എത്തിയത് വെറുതെ ആയിക്കൂടാ. ആ കഷ്ടപ്പാടുകൾ സമ്മാനിച്ച പോറലുകളും മുറിപ്പാടുകളും ശരീരത്തിലുടനീളം പുകയുന്നു. എവിടെ നിന്നൊക്കെയോ രക്തം കിനിയുന്നുമുണ്ട്. അതൊന്നും പക്ഷേ അവൻ കാര്യമാക്കിയതേയില്ല. മനസ്സ് നുറുങ്ങിയെറിയുന്നു. വേദനയിൽ പിടക്കുമ്പോൾ ശരീരവേദന എങ്ങനെ അറിയാൻ? ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് നടക്കുന്നതെല്ലാം. അതെന്താണെന്നറിയാതെ ഇനി സ്വസ്ഥതയില്ല. അകലിൽ നിന്നും ആരവം കൂടുതൽ വ്യക്തമാവുന്നുണ്ടോ? ആ നടുക്കം ഗുരുജിയിലും ചലനമുണ്ടാക്കിയതായി അവന് തോന്നി. ഗുരുജി കൊല്ലൂർ മനയുടെ പിൻഭാഗത്തേക്ക് നീങ്ങി തുടങ്ങുകയാണ്. പടിപ്പുരയിലുള്ള ആരുടെയും കണ്ണിൽപ്പെടാതെയുള്ള ഒരു നീക്കത്തിനാണ് അദ്ദേഹം ഒരുങ്ങുന്നതെന്ന് ഹരിശങ്കറിന്റെ ബോധ്യമായി. അതും അവൻ അത്ഭുതം തന്നെയായിരുന്നു. ഇങ്ങനെയൊന്നും ഒരിക്കലും ഗുരുജി ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. സർവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി തന്നെ കഴിയുന്നതെല്ലാം ചെയ്യുകയും ചെയ്യുന്ന, ഏതു നേരത്തും അതിന് സന്നദ്ധനാവുകയും ചെയ്യുന്ന ഗുരുജിക്ക് എങ്ങനെ കള്ളത്തരം ചെയ്യാൻ കഴിയും? ഒന്നുകിൽ ഗുരുജി മറ്റാർക്കോ വേണ്ടിയോ ബലിയാടാവുകയാണ്, അല്ലെങ്കിൽ മറ്റാരോ ഗുരുജിയെ കൊണ്ടിത് ചെയ്യിക്കുകയാണ്. അത് കണ്ടുപിടിച്ച് താനിനി ഗോപികൃഷ്ണന്റെ അടുത്തേക്ക് മടങ്ങുന്നുള്ളൂ. ഗുരുജി പോയതിന് പിന്നാലെ ഹരിശങ്കരനും നീങ്ങിക്കൊണ്ടിരുന്നു. കൊല്ലൂർ മനയിലെ പിന്നിലെത്തി നിന്ന് വീരഭദ്രനോട് നെടുവിശ്വാസം മുതിർത്തു. രക്ഷപ്പെട്ടതിന്റെ ആഹ്ലാദം ആ മുഖത്ത് പുഞ്ചിരിയായി വിടുന്നു. ഇല്ലത്തിന്റെ പിൻവാതിൽ തുറന്ന് ഗുരുജി അകത്തേക്ക് കയറുന്നത് അതിശയത്തോടെയാണ് ഹരിശങ്കർ കണ്ടത്. ഗുരുജിക്ക് എന്താ ഇവിടെ കാര്യം? അത് വീരഭദ്രന്റെ അസാന്നിധ്യത്തിൽ. ഗുരുജി പാഞ്ഞുപോയ വേഗത്തിൽ തൊട്ടു പിന്നാലെ എത്താൻ ഹരിശങ്കരനും കഴിഞ്ഞു. 3-4 കുതുക്കി അവൻ ഗുരുജി കയറിയ വാതിലിന് പിന്നിലെത്തി. കൊല്ലൂരിലെടുത്ത് ചിരപരിചിതനെ പോലെയാണ് ഗുരുജിയുടെ നീക്കങ്ങളെന്ന് ഹരിശങ്കരൻ കണ്ടു. ഗുരുജി ഒരു വാതിലിനു നേരെ ചെന്നപ്പോൾ അത് തനിയെ തുറക്കപ്പെടുന്നത്, അദ്ദേഹം അകത്തു കയറിയ നിമിഷത്തിൽ വാതിൽപ്പാളികൾ സ്വയം അടയുന്നതും അവൻ അതിശയത്തോടെ നോക്കി നിന്നു. ആ വാതിലടഞ്ഞപ്പോ അങ്ങോട്ട് ഓടിച്ചെല്ലാൻ അവൻ കുതിച്ചതാണ്. പെടുന്നതിനെയാണ് അപകടം പിടികിട്ടിയത്. താനങ്ങുന്ന ചെല്ലുന്ന മാത്രയിൽ കഥകൾ വീണ്ടും തുറക്കപ്പെടുകയോ മറ്റോ ചെയ്താൽ ഒളിയിടത്തിലേക്ക് ഒന്നുകൂടി പതുങ്ങാനേ ആ ചിന്ത ഉപകരിച്ചുള്ളൂ. അങ്ങോട്ട് താൻ ഓടിച്ചെല്ലാതിരുന്നത്
എത്ര നന്നായി എന്ന് അടുത്ത ക്ഷണത്തിൽ തന്നെ ഹരിശങ്കരന് മനസ്സിലാവുകയും ചെയ്തു. നാഴിക പോലും സമയമെടുക്കാതെ ഗുരുജി കയറിപ്പോയ മുറിയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. അവിടെ നിന്നിറങ്ങിയ ആളെ കണ്ട് അവൻ നടുകയും ചെയ്തു. വീരഭദ്രൻ. എവിടെയോ എന്തോ പെശകുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. ഗുരുജിയും വീരഭദ്രനും ഒത്തുള്ള കളിയാണോ ഇതെന്നുപോലും ചിന്തിച്ചുപോയി. വീരഭദ്രൻ പടിപ്പുരയിലേക്ക് തിടുക്കപ്പെട്ട് നടക്കുന്നത് കണ്ടപ്പോൾ ഹരിശങ്കരൻ മെല്ലെ അവൻ ഇറങ്ങി വന്ന വാതിലിന്റെ നേരെ ചുവടുകൾ വെച്ചു. ഏത് വിപതി ധൈര്യമാണ് അവനെ പ്രേരിപ്പിച്ചതെന്നും അപ്പോൾ അവൻ എങ്ങനെയാണ് അത് തോന്നിയെന്നും അറിയില്ല. കൈകൊണ്ട് മെല്ലെ ഒന്ന് തള്ളിയപ്പോൾ ആ കതക് തുറന്നു. അവൻ ഉള്ളിലേക്കൊന്ന് പാളി നോക്കി. ഇരുട്ടുമുറി. അണഞ്ഞ നിലവിളക്കുകളും മറ്റും ചില പൂജാ സാമഗ്രികളും മുറിയിലുണ്ട്. ഒരു വിളക്ക് മാത്രം ഒറ്റത്തിരിയോടെ നിന്ന് കത്തുന്നുണ്ട്. നേരിയ വെളിച്ചമേ ഉണ്ടായിരുന്നുവെങ്കിലും ആ വെളിച്ചത്തിൽ ഹരിശങ്കരൻ കണ്ടു ഒരു കയർക്കുരുക്കിൽ ചത്തുകിടക്കുന്ന ഒരു പൂച്ച. താൻ കയറിയ മുറിയോട് ചേർന്ന് മുറിയിൽ ഒരു ദീർഘനിശ്വാസം കേട്ടുവോ. ഇരുമുറികളെയും ബന്ധിപ്പിക്കുന്ന വാതിലിന് മുകളിലെ അഴികളിൽ കൂടി അവനപ്പുറത്തെ മുറിയിലേക്കൊന്ന് നോക്കി. ആ നിമിഷം ഹരിശങ്കരന്റെ സപ്തനാടികളും തകർന്നു. അവിടെ കരിങ്കൽ ഭിത്തിയിൽ ചാരി ഗുരുജിയിരിക്കുന്നു. ആ മുഖത്തെ ദൈന്യത ഒരു നോക്കിൽ തന്നെ ഹരിശങ്കരന് മനസ്സിലായി. ഗുരുജി! പരിസരം മറന്ന് അവൻ വിളിച്ചു. ഗുരുജി ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ മുഖത്ത് 1000 പൂർണ്ണചന്ദ്രന്റെ തിളക്കം. ഹരിശങ്കര, നീ എങ്ങനെ ഇവിടെ എത്തി? ഗുരുജിയുടെ മുഖത്ത് തിളക്കം വാങ്ങുന്നതും പകരെ ആ മുഖത്തേക്ക് ഭയം ചേക്കേറുന്നതും അവൻ ശ്രദ്ധിച്ചു. തീരെ ചുരുങ്ങിയ വാക്കുകളിൽ അവൻ കാര്യം പറഞ്ഞു. നടുക്കമല്ല, നിസ്സഹായതയാണ് ഗുരുജിയുടെ മുഖത്തുണ്ടായതെന്ന് അറിഞ്ഞു. നീ ഉടനെ രക്ഷപ്പെട്ടോളൂ. പിന്നെ സേതുലക്ഷ്മിയുടെ മേളിലൊരു കണ്ണുണ്ടായിരിക്കണം. സത്യം നിനക്കെങ്കിലും ബോധ്യമായല്ലോ. ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ട, നീ പൊയ്ക്കോളൂ. ഗുരുജി നിർബന്ധിച്ചെങ്കിലും ഹരിശങ്കരൻ പോകാൻ തയ്യാറില്ല. പടിപ്പുരയിൽ നിന്നും ഒന്നിലധികം പേരുടെ സംസാരം കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയ ചിത്തഭ്രമക്കാരിയെ അറയിലേക്ക് കൊണ്ടുവരികയാവാം. അഴികളിൽ നിന്നും ചാടിയിറങ്ങി ഇരുട്ടുമുറിയിൽ നിന്നും പുറത്തേക്ക്. ഒരു നിമിഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ താൻ പിടിക്കപ്പെടുകയായിരുന്നു. ആദ്യം വിളിച്ച മരച്ചോട്ടിൽ അവൻ എത്തിയ നേരത്ത് പടിപ്പുരയിൽ നിന്നും മടങ്ങുന്ന വീരഭദ്രനെ കണ്ടു. ഏറ്റവും വീതിയോടെയാണ് ഇവനിപ്പോൾ വീരഭദ്രനെ നോക്കിക്കണ്ടത്. അവന്റെ ഈ കൊല്ലൂർമന ചെകുത്താന്റെ ഒരു താവളം പോലെ. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ഗോപികൃഷ്ണനെ കാണണം. നാട്ടുകാരോട് യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് പറയണം. ഗുരുജി വീരഭദ്രന്റെ ഇല്ലത്തെ തടവിലാണെന്നും എല്ലാവർക്കും എല്ലാമൊന്നും മനസ്സിലായെന്ന് വരില്ല. അവരെയൊക്കെ അങ്ങനെ മനസ്സിലാക്കാനും കഴിഞ്ഞെന്ന് വരില്ല. ഇനി ചെയ്യാൻ ഒരുപാടുണ്ടെന്ന് മാത്രം അവനറിഞ്ഞു. പുതിയ ചിത്രഭ്രമക്കാരിയെ വീരഭദ്രൻ ഇല്ലത്തെ ഒറ്റമുറിയിലേക്ക് മാറ്റുന്നതും അവിടെ ഒപ്പം വന്നവർ പടിപ്പുരയിലേക്ക് മടങ്ങുന്നതും കണ്ടപ്പോൾ ഹരിശങ്കരന് അവന്റെ സമയം വീണ് കിട്ടി. വീരഭദ്രൻ അറയിൽ കയറി കഥകടച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ തക്കത്തിന് അവൻ കൊല്ലൂർ വളപ്പിന് പുറത്തു ചാടി. ഏറ്റവും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഗുരുജിയുടെ കാര്യം ആപത്താണെന്ന് ബോധ്യമായിരുന്നു. പാവം ഗുരുജി. ഗ്രാമൻ മുഴുവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. അദ്ദേഹം ആ ചെകുത്താന്റെ കോട്ടയിൽ തടവിൽ കിടക്കുകയാണെന്ന് ആരറിയുന്നു? കഥ അറിയുമ്പോൾ അമ്മ വാവിട്ട് കരയുക തന്നെ ചെയ്യും. നാട്ടുകാരുടെ വാക്ക് വിശ്വസിച്ച് ഗുരുജിയുടെ വീട്ടുപടിക്കൽ വിപ്ലവത്തിന് വന്നതല്ലേ. ഗുരുജിയെക്കുറിച്ച് അവരെക്കാൾ കൂടുതലായി അറിയാവുന്നത് കൊണ്ടാവാം തനിക്കെത്ര വലിയ ഉത്കണ്ഠയൊന്നും ആ കാര്യത്തിൽ തോന്നിയില്ല. ഒരു മാന്ത്രികനും ചെയ്യാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ലെന്ന് പറഞ്ഞു തന്നിട്ടുള്ളതും ഗുരുജി തന്നെയാണല്ലോ. ഗുരുജിയുടെ ശരീരവും സ്വീകരിച്ച് ഇതുവരെ തെക്കുംപാട്ടെത്തിയിരുന്നത് വീരഭദ്രനായിരുന്നു എന്ന അറിവ് ഹരിശങ്കരനെ നടുക്കം കൊള്ളിച്ചു. അവൻ തെക്കുംപാട്ടെ ഇടവഴിയിലൂടെ താണ്ടി കുതിച്ചുകൊണ്ടിരുന്നു. ആ ഇല്ലപ്പടിക്കിലെത്തിയ നിമിഷം ഹരിശങ്കരൻ നടുങ്ങിപ്പോയി. ഗുരുജിയുടെ ഇല്ലം തറവാടിന്റെ ഒരു അസ്ഥിപഞ്ജരം പോലെ നിൽക്കുന്നു. മേൽക്കൂരയിൽ ഇനി പൊട്ടാതെ ഒരോടെങ്കിലും ഉണ്ടാവണമെന്ന് ഗവേഷണം ചെയ്യേണ്ടി വരും. ഒരു യുദ്ധം കഴിഞ്ഞ പടക്കളം പോലെ തെക്കുംപാട്ട് തറവാട്. ഒറ്റയ്ക്കും തെറ്റയ്ക്കും അകലേക്ക് നിന്ന് ആളുകൾ ഇപ്പോഴും തകർന്ന ഇല്ലത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹരിശങ്കരന്റെ മിഴികൾ നിറഞ്ഞു. ഒരു പാവം മനുഷ്യനെ കുറിച്ചുണ്ടായ തെറ്റിദ്ധാരണയ്ക്ക് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വില. തകർന്നു കിടക്കുന്ന പടിപ്പുരയ്ക്ക് മേലെ കൂടി വല്ലവിധനെയും അവൻ തറവാട്ട് വളപ്പിലെത്തി. ആ മുറ്റത്ത് കണ്ട കാഴ്ച ഗോപികൃഷ്ണനെയും ഗിരിജാമണിയും ഒരു മാവിൽ കെട്ടി നിർത്തിയിരിക്കുന്നു. ഗുരുജിയുടെ വിധവയായ സഹോദരി രക്തത്തിൽ കുളിച്ച് മുറ്റത്ത്. ശരീരം മാസകല മുറിവായിരുന്നു ഗോപികൃഷ്ണന്. ഗിരിജാമണിയുടെ ശരീരം മുക്കാലും നഗ്നവും. ഗോപികൃഷ്ണ! ഒരു നിലവിളിയായിരുന്നു ഹരിശങ്കരൻ. ഗോപി തലയൊന്ന് ചലിപ്പിച്ചുവോ? അവന്റെ മുഖത്തെ മുറിവുകളും മിശ്ര് അരിച്ചു നടക്കുന്നു. ഹരിശങ്കരൻ ഇരുവരെയും ബന്ധമുക്തരാക്കി. അവന്റെ കരളിൽ ഒരു കടലിരുമ്പുകയായിരുന്നു. അപ്പോൾ അധ്യായം 18. ഇല്ലത്ത് വന്ന ചിത്തഭ്രമക്കാരിയായ വല്ലവിധേനയും ഒഴിവാക്കി വീരഭദ്രൻ പൂജാമുറിയിൽ കയറുമ്പോൾ രാത്രി ഒരു വിരുന്നുകാരനെ പോലെ പുറത്ത്. ആകെ പ്രശുദ്ധമാണ് ഹൃദയം. ഏകാന്തതയിലിരുന്ന് ഒട്ടുനേരം ആലോചിക്കണം. ആലോചിച്ചാൽ കണ്ടെത്താനാവാത്ത പോംവഴികളൊന്നും ഇന്നോളം
ഈ പ്രപഞ്ചത്തിലുണ്ടായിട്ടില്ല. സ്വന്തം ആലോചനകൾ മാത്രമാണ് തന്നെ ഇവിടം വരെ കൊണ്ടുവന്നെത്തിച്ചത്. ഇനിയോ ഇപ്പോഴാദ്യമായി ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തിയതുപോലെ വീരഭദ്രൻ സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു, ഇനിയോ? സേതുലക്ഷ്മിയുടെ പ്രശ്നം ഇത്രയും വഷളാകുമെന്ന് ഒരിക്കലും നനച്ചതല്ല. നാട്ടുകാരിളകിയതാണ് പ്രശ്നമായത്. പണ്ടത്തെ കാലമല്ലെന്ന് ഇതെന്ന് ഈ സംഭവം തന്നെയാണല്ലോ തെളിവ്. പണ്ട് ഓരോരുത്തരുടെയും കാര്യം അവരുടേത് മാത്രമായിരുന്നു. ഇന്ന് ഓരോരുത്തരുടെയും കാര്യം നാട്ടുകാരെ മുഴുവൻ പ്രശ്നമാണ്. ഇതുപോലൊരു ഐക്യം എല്ലാ കാലവും ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് സ്വർഗതുല്യമായേനെ എന്ന് അവനോർത്തു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാനേ നാട്ടുകാർക്ക് താല്പര്യം ഉണ്ടാവും. സേതുലക്ഷ്മി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റ് പോലെ ഇളകിയ ഇവർ അവൾ പട്ടിണിയാണെന്നറിഞ്ഞാൽ തിരിഞ്ഞു നോക്കുമോ? ഇല്ല. അങ്ങനെ ഒരു അനുഭവം തനിക്കുണ്ടായിരുന്നല്ലോ. നാട്ടുകാർ നല്ലവരായിരുന്നെങ്കിൽ ഒരിക്കൽ തന്റെ അമ്മ അന്യരുടെ അടുക്കളപ്പണിക്ക് പോകുമായിരുന്നു. ആ കാര്യം ഓർക്കുമ്പോൾ അടിമുടി വിറയലാണ് ഉണ്ടാവുന്നത്. നാട്ടുകാർ പോലും. തെക്കുംപാട്ടത്തെ നാട്ടുകാരിൽ പ്രമുഖരെ താൻ കണ്ടുവച്ചിട്ടുണ്ട്. ആദ്യമായി കല്ലെറിഞ്ഞവനെ അറിയാം. പഠിപ്പുര അടിച്ചു പൊളിക്കാൻ ആദ്യത്തെ അടി കൊണ്ട് ഉദ്ഘാടനം ചെയ്തവനെ. അവനെയൊന്നും ഈ വീരഭദ്രൻ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഗുരുജി ഇല്ലത്തിന് നേരെയാണെന്ന് എറിഞ്ഞതെങ്കിലും എറിഞ്ഞ ഓരോ കല്ലും വന്നുകൊണ്ടത് എന്റെ നെഞ്ചിലാണ്. ഓരോരുത്തരോടും എണ്ണി താൻ പകരം ചോദിക്കും. സേതുലക്ഷ്മിയുടെ ഗർഭത്തിന് താനെങ്ങനെ ഉത്തരവാദിയാവും? പറ്റിയ അബദ്ധത്തിൽ നിന്നും രക്ഷപ്പെടാൻ വല്ല പഴുതുണ്ടായെന്നായി അവന്റെ അടുത്ത ആലോചന. ശരീരം ഗുരുജിയുടേതായിരുന്നല്ലോ. ജീവൻ മാത്രമല്ലേ തന്റേതായി ഉണ്ടായിരുന്നുള്ളൂ. ജീവനിൽ നിന്നാണോ ജീവൻ ഉണ്ടാവുന്നത്, അതോ ശരീരത്തിൽ നിന്നോ? ആകെ കുഴയുകയാണല്ലോ ഈശ്വര. ഗുരുജിയിൽ തന്നെ കുറ്റം അടിച്ചേൽപ്പിക്കാമെന്ന് വെച്ചാ കിഴവന് 65. 65-ാം വയസ്സിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? എല്ലാം വികലമായ ചിന്തകളാണ്. ഒട്ടും സ്വസ്ഥമാകാത്ത മനസ്സിന്റെ മായാജാലങ്ങൾ. ഏകാഗ്രമായ ഒരു മനസ്സിൽ നിന്നേ ഐക്യരൂപമുള്ള ഒരു തീരുമാനമുണ്ടാവും. വീരഭദ്രൻ നിലവിളക്ക് കൊളുത്തി. പതിവുള്ള മാന്ത്രികോപാസന കഴിഞ്ഞാൽ ചിലപ്പോ എല്ലാം നേരേകമായിരിക്കും. എന്തായാലും രണ്ടിലൊന്ന് ഈ രാത്രി തന്നെ തീരുമാനിക്കണം. അതിനു മുമ്പ് മൺചരാത് കത്തിച്ചു നോക്കേണ്ടതായിരുന്നു. ആരെങ്കിലും കുറിച്ച് ശകാരിക്കാൻ കഴിഞ്ഞാൽ മനസ്സിന്റെ പെരുമറക്കം തെല്ലെന്ന എഞ്ഞേനെ. അത് നാരായണൻ തിരുമേനിയാകുമ്പോൾ ഒരു സുഖമുണ്ടല്ല. വരട്ടെ, ഇനി ഉപാസന കഴിഞ്ഞു മതി. നിലവിളക്കിന്റെ മുമ്പിൽ വീരഭദ്രൻ ധ്യാനലീനനായി ഇരുന്നു. അരനാഴികയോളം അവന്റെ ചുണ്ടിൽ നിന്നും ധാരമുറിയാതെ മന്ത്രശ്ലോകങ്ങൾ പ്രവഹിച്ചു. ധ്യാനത്തിന്റെ ഒടുക്കം വീരഭദ്രന്റെ മുഖത്തെ പിരിമുറുക്കം അയയുന്നു. നേർത്ത പുഞ്ചിരി ആ മുഖത്ത് വിരിയുന്നു. വീരഭദ്രൻ വലതുകൈ താടിയിൽ താളമിടാൻ ഉയർന്നു. അതെ, അങ്ങനെ ചെയ്യാം. ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയ്ക്ക് പൂരണം കണ്ടെത്തിയ മണ്ടന്റെ ആഹ്ലാദ പ്രകടനത്തോടെയാണ് അവൻ ആവണിപ്പലകിൽ നിന്ന് ചാടി എണീറ്റത്. അടുത്ത ക്ഷണം മറ്റൊരു പൂജയ്ക്കുള്ള ഒരുക്കുകളിലേക്ക് അവൻ വ്യാപൃതനായി. സേതുലക്ഷ്മിയാണല്ലോ പ്രശ്നം. ആ സേതുലക്ഷ്മിയെ അങ്ങോട്ട് ഇല്ലാതാക്കിയ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരമാവില്ലേ? താനോ ഗുരുജിയോ എന്നൊരു ശങ്കയുമായി നാട്ടുകാരും ബുദ്ധിമുട്ടണ്ട. അതാണ് നല്ലത്. തലവേദനകൾ ഒന്നൊന്നായി ഒഴിവാക്കാനാണല്ലോ താൻ കഷ്ടപ്പെട്ടത്. വീരഭദ്രന് വിലങ്ങുതടിക്കാവുന്ന ഒന്നും ഈ ശ്രീമംഗലം ഗ്രാമത്തിൽ വേണ്ട. ആവാഹന മന്ത്രം. എന്ത് മന്ത്രമായാലും ഈ മുറിയിലിരുന്ന് ഈ വീരഭദ്രൻ ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. രാത്രിയുടെ 2-ാം യാമം അവസാനിക്കാറായിരിക്കുന്നു. കറുത്ത പക്ഷകാലത്ത് ഇരുട്ടാണ് പുറത്ത്. ഇലഞ്ഞിക്കൽ ഇല്ലത്തിന്റെ തന്റെ മുറിയിൽ തളർന്നു കിടന്നുറങ്ങിയായിരുന്നു സേതുലക്ഷ്മി. ആ മുറിയിൽ തന്നെ അവളുടെ കൂട്ടിന് ദേവകി യന്ത്രജനും. അയൽക്കാരിൽ ചിലരും തൊട്ടടുത്ത മുറികളിലുണ്ട്. പകലത്തെ സംഭവങ്ങളിൽ ഗ്രാമൻ മുഴുവൻ വിഷാദിച്ചിരിക്കെ ഇരുവരും ദ്വന്ദ്വായിരിക്കും ദുഃഖം. ആ അമ്മയുടെയും മകളുടെയും ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. തങ്ങളുടെ കടമയാണെന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്. അവർ അതിനുവേണ്ടി കൂട്ടിനെത്തിയാണ്. വൈകുന്നേരം ഹരിശങ്കരൻ വന്നു പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിനു ശേഷം ദേവകി അന്തർജനത്തിന് ഉറക്കമേ വന്നില്ല. ഒരു നിരപരാധിയുടെ വീട് തകർക്കാനാണോ തങ്ങൾ കരുവായിരുന്നത്? ഗുരുജിയോടത് വേണ്ടായിരുന്നില്ലെന്ന് പിന്നെയും മനസ്സിന്റെ കുറ്റപ്പെടുത്തൽ. ഒന്നും മനഃപൂർവ്വമല്ല എന്ന് ഒടുവിൽ സ്വയം സമാധാനം. അങ്ങനെ ഓരോന്നാലോചിച്ച് ഒരു മയക്കത്തിലവൻ വീണതേ ഉള്ളൂ. ഹരിശങ്കരൻ തെക്കുപാട്ടേക്ക് തന്നെ മടങ്ങിയിരുന്നു. തങ്ങളോടൊപ്പം ഗുരുജിയോട് ചോദിക്കാൻ മുൻകൈയെടുത്ത ചില പ്രമുഖരെയും കൂട്ടിയാണ് ഹരിശങ്കരൻ പോയിരിക്കുന്നത്. സത്യം എന്താണെന്ന് അവർക്കിപ്പോ ബോധ്യമാവേണ്ടതുണ്ട്. അനന്തരം എന്നതിനെക്കുറിച്ച് ആലോചിക്കാനുമുണ്ട്. ഗുരുജിയുടെ സഹോദരിയെ ആശുപത്രിയിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവരതിന് സമ്മതിച്ചില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ തന്നെ ഇരുണ്ടു വെളുക്കുവോളം കഴിയാനാണ് അവർ തീരുമാനിച്ചത്. നാട്ടുകാർ ചെയ്തതിനെ അവരെ കൊണ്ട് തന്നെ പ്രായശ്ചിത്തവും ചെയ്തേ താനടങ്ങൂ എന്ന വാശിയിലായിരുന്നു ഹരിശങ്കരൻ. ഗിരിജാമണിയുടെ തേങ്ങൽ ഹരിശങ്കരന്റെ സ്വന്തം മനസ്സിൽ നിന്നാണ് ഉയരുന്നത്. അവളുടെ ദുഃഖം അവന്റേത് കൂടിയായിരുന്നല്ലോ. തെക്കുംപാട്ടില്ലത്ത് രാവിന്റെ ഈ വൈകിയ വേളയിൽ
ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട്. അവരെന്തോ ഗൗരവമായി ആലോചിക്കുകയാണ്. ഒരു ഭാഗത്ത് ചിലർ വലിയ പന്തങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഹരിശങ്കരൻ എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഒപ്പം തന്നെയുണ്ട്. എലിഞ്ഞിക്കൽ ഇല്ലത്തെ തന്റെ മുറിയിൽ നിന്നും ആരോ വിളർച്ചുണർത്തിയ പോലെ ഉയർന്നെണീറ്റ ജയതുലക്ഷ്മി ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കുള്ള വാതിൽ തുറന്നു. കറുത്ത പക്ഷത്തെ ഇരുട്ട് അവൾ അറിഞ്ഞില്ല. ഇരുളിൽ അറിഞ്ഞ മഞ്ഞിന്റെ തണുപ്പറിഞ്ഞില്ല. ഒരു സ്വപ്നാടകയുടെ മട്ടിലും ചെല്ലുമായിരുന്നു അവൾ അപ്പോൾ. ഇല്ലം വിട്ടിറങ്ങിയ സേതുലക്ഷ്മി ശ്രീമംഗലം കുന്നിന്റെ താഴ്വാരയിലേക്കാണ് നടന്നത്. അകലെ എവിടെയോ ഒരു നായ കാലം കൂവുന്നു. സേതുലക്ഷ്മി ആ ശബ്ദം കേൾക്കുന്നുണ്ടായില്ല. ശ്രീമംഗലം കുന്നിന്റെ താഴ്വാരയിൽ അവളിനി ആ കുന്നിൻ ചെരുവിലെ കൊല്ലിയുടെ നേരെ നടക്കും. ആ കൊല്ലിയിലാകണം അവളുടെ അവസാനമെന്ന് വീരഭദ്രൻ വിധിയെഴുതി കഴിഞ്ഞുവല്ലോ. ആ കൊല്ലിയിൽ മടിക്കുന്നവരുടെ ആത്മാവുകൾ ഗതി കിട്ടാതെ അലയും. എലിഞ്ഞിക്കലെ ഓരോ അംഗവും അങ്ങനെ അലയണം. മരിക്കുന്നവരോട് പോലും തൊല്ല് കരുണ കാട്ടാൻ വീരഭദ്രന് മനസ്സില്ല. കൊല്ലൂർ മനക്കിലെ പൂജാമുറിയിൽ വീരഭദ്രൻ പൂജ തുറന്നുകൊണ്ടേയിരിക്കുന്നു. സേതുലക്ഷ്മി ലക്ഷ്യം തേടി നടന്നുകൊണ്ടേയിരുന്നു. ഇതേ നേരത്ത് തന്നെയായിരുന്നു തെക്കുംപാട്ട് തറവാടിന്റെ മുന്നിൽ നിന്നും 100 ആളുകളോളം ഉള്ള ഒരു സംഘം കൊല്ലൂർ മനയ്ക്ക് നേരെ ചലിക്കാൻ തുടങ്ങിയത്. അവരുടെയൊക്കെ കൈകളിൽ കൊളുത്തിയ പന്തങ്ങളുണ്ടായിരുന്നു. കല്ലും കവണയും ഉണ്ടായിരുന്നു. വാരിക്കുന്തങ്ങളും കുറുവടികളും ഉണ്ടായിരുന്നു. അവരെ നയിച്ചത് ഹരിശങ്കരനായിരുന്നു. ഗുരുജിയെ വീരഭദ്രന്റെ തടവറയിൽ നിന്നും മോചിപ്പിക്കുക, വീരഭദ്രന്റെ കള്ളം പൊളിക്കുക. തെക്കുംപാട്ടില്ലത്തിനു നേരെ പകയോടെ വന്നവർ തന്നെയാണ് അതിലും പ്രക്ഷുബ്ധമായ ഈ നീക്കങ്ങളും നയിക്കുന്നത്. കിട്ടിയ നേരം കൊണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതി പ്രചരിപ്പിക്കാൻ ഹരിശങ്കരന് കഴിഞ്ഞു. 100% അവനതിൽ വിജയിക്കുകയും ചെയ്തു. ഒരു പാവം വൃദ്ധന്റെ നേരെ കാര്യമറിയാതെ അതിക്രമം കാട്ടാൻ നല്ല ഉത്സാഹമായിരുന്നില്ലേ? ആ ഗുരുജിയെ ചതിച്ചവൻ രാജാവായി വാഴുകയും എന്റെ കുടുംബത്തിനു നേരെ ചന്ദ്രഹാസം വിളക്കിയ നിങ്ങൾ തന്നെ നാട്ടിലെ മുഴുവൻ പേരുടെയും കുടുംബത്തിനു വേണ്ടി അത് ചെയ്തേ പറ്റൂ, ഹരിശങ്കരൻ പറഞ്ഞു. അവർക്കും ആർക്കും എതിരുണ്ടായിരുന്നില്ല. കുറ്റബോധം മറ്റൊരു പ്രായശ്ചിത്തിലൂടെ ന്യായീകരിക്കുകയായിരുന്നല്ലോ വേണ്ടിയിരുന്നത്. അലർച്ചയും അലമുറയും ഒന്നും കൂടാതെ വേണം ഇല്ലം വളയാൻ. ഗുരുജി കിടക്കുന്ന മുറി എനിക്കറിയാം. ആദ്യം ഗുരുജിയെ മോചിപ്പിക്കണം. വീരഭദ്രൻ അടങ്ങിയിരിക്കുമെന്ന് വിശ്വസിക്കുകയേ വേണ്ട. അവൻ ആരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് ബോധ്യമാവുന്ന നിമിഷങ്ങളും കൂടിയാവും അത്. ഹരിശങ്കരൻ പറയുന്നതൊന്നും സമ്മതിക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു. കൊല്ലൂരില്ലത്തിന്റെ നിലവറ മുറിയിൽ വെറും നിലത്ത് അപ്പോഴൊരു ഉറക്കം കാത്തു കിടക്കുകയായിരുന്നു ഗുരുജി. ഒന്ന് നടുങ്ങി. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു ആപത്തിന്റെ സൂചന. അത് താനുമായി ബന്ധപ്പെട്ടതെന്തോ ആണെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പുറത്തെ മുറിയിൽ ഇപ്പോഴും എന്തൊക്കെയോ ചലനങ്ങൾ കേൾക്കാനുണ്ട്. വീരഭദ്രൻ ഇനിയും ഉറങ്ങിയിട്ടില്ലെന്ന് തീർച്ച. ഈ രാവിന്റെ വൈകിയ വേളയിലും അവനെന്തോ മാരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു മാന്ത്രികനെ മറ്റൊരു മാന്ത്രികന്റെ ചലനങ്ങൾ മനസ്സിലാവും. ഇനി ആരെ കൊല്ലാനാണ് അവന്റെ ഒരുക്കം? ആകപ്പാടെ ഭയം തോന്നുന്നു. മനസ്സ് ഏകാഗ്രമാക്കി 6ാം ഇന്ദ്രിയത്തിന്റെ അപകട സൂചന എന്താണെന്നറിയാൻ ഗുരുജി ശ്രമിച്ചു. അല്ലെങ്കിലും ഇനി അധികം ദിവസങ്ങൾ തനിക്കിവിടെ കിടക്കേണ്ടി വരില്ലെന്നൊരു ആഹ്ലാദം പകലെ തുടങ്ങിയിട്ടുണ്ട്. ഹരിശങ്കരനോടൊന്നും പറയാൻ കഴിഞ്ഞില്ല. പറയാതെ തന്നെ അവൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആലോചിച്ചിരിക്കെ നിലച്ചിരിക്കാതെ ഒരു സ്വപ്നം പോലെ മനസ്സിൽ ശ്രീമംഗലം കുന്നിന്റെ ചിത്രം. അദ്ദേഹം ഉൾക്കടമായി എന്ന് നടുങ്ങി. ഇപ്പോൾ താനെന്തേ ശ്രീമംഗലം കുന്നിനെ കുറിച്ച് ഓർത്തു? ഒരുപക്ഷെ വീരഭദ്രന്റെ അടുത്ത ഇരയെ അവൻ അങ്ങോട്ട് നയിച്ചിട്ടുണ്ടാകുമോ? അസ്വസ്ഥതയോടെ ഗുരുജി ഇരുൾമുറിയിൽ എഴുന്നേറ്റ് നടന്നു. അങ്ങനെയാണെങ്കിൽ അത് താനുമായി ബന്ധമുള്ള ആരായിരിക്കും? 6ാം ഇന്ദ്രിയത്തിന്റെ മുന്നറിയിപ്പോൾ ഇന്നോളം തനിക്ക് പിഴച്ചിട്ടില്ല. നാളെ ഒരു മരണവാർത്ത കേൾക്കാൻ ഇടവരരുതേ എന്ന് പരദേവതയെ വിളിച്ചു പ്രാർത്ഥിച്ചു. പകലുദിച്ച സൂര്യനെ പോലെ കൊല്ലൂർ പടിപ്പുരയിൽ പ്രളയപ്രകാശം. അടുത്ത നിമിഷം കൊല്ലൂർ പടിപ്പുര നിന്ന് കത്താൻ തുടങ്ങി. അകത്തേക്ക് പൊളിഞ്ഞു വിടുത്തെറിക്കുന്ന പടിപ്പുര വാതിൽ ഒരു ഞൊടിയുടെ സമയം കൊടുക്കരുത്. എന്ത് കണ്ടാലും ഭയന്നു നിൽക്കുകയരുത്. കണ്ണുമടിച്ചു പ്രയോഗിച്ചാലും ലക്ഷ്യം തെറ്റാത്ത വിധം ആയുധങ്ങൾ കരുതിക്കൊള്ളണം. വെറുമൊരു മനുഷ്യനെയല്ല നേരിടാൻ പോകുന്നതെന്ന് മറക്കരുത്. കൊല്ലൂർ പടിപ്പുര കടന്ന് ഇല്ലം മുറ്റത്തേക്കിറങ്ങുമ്പോൾ ഹരിശങ്കരൻ അനുയായികളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. അസാധാരണമായ ഒരു ശബ്ദവും പകൽ പോലെ വെളിച്ചവും പൂജാമുറിയിലേക്ക് കയറി വന്നതും വീരഭദ്രനൊന്ന് പകച്ചു. അവൻ വാതിൽ തുറക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി ഹരിശങ്കരനും പോട്ടരും പുറത്ത് ശ്വാസമടക്കി നിന്നു. അധ്യായം 19. കൊല്ലൂർ പടിപ്പുരയ്ക്കൽ നിമിഷങ്ങൾ നിശ്ചലം നിന്നു. അവിടെ വീശിയടിക്കുന്ന കാറ്റും ഒരു ഞെടിയുടെ നടുങ്ങി. ശ്രീമംഗലം ഗ്രാമം ഏതോ ദുസ്വപ്നത്തിൽ നിന്നുണർന്നപോലെ ഉറക്കുവിട്ടെണീറ്റു. അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ കൊല്ലൂർ ഇല്ലത്തു നിന്നുയർന്ന ഉച്ചപ്പാടുകൾ അയൽ ഗ്രാമങ്ങളെ പോലെ നടുക്കം കൊള്ളിക്കും. ആകാശത്തേക്ക് കയ്യെത്തിപ്പിടിക്കുവാൻ നോക്കുന്ന അഗ്നികാരങ്ങൾ. ഉയർത്തെണീറ്റവർ വാവിട്ട് കരഞ്ഞു കാണും. ആരുടെയൊക്കെയോ വീടിന് തീപിടിച്ചൊരിക്കുന്നുവെന്നോ ആദ്യം കരുതുള്ളൂ. അത് കൊല്ലൂർ മനയാണെന്ന് വൈകാതെ ബോധ്യമായി. കൊല്ലൂർ മന നിന്ന് കത്തുന്നു.
ഈ ശ്രീമംഗലം ഗ്രാമത്തിൽ ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇന്നോളം ഇങ്ങനെയൊന്നിനും സാക്ഷിയാകാനിടയായിട്ടില്ല. നിമിഷങ്ങൾ ഒന്നൊന്നായി കടന്നു പോകുന്നു. വീരഭദ്രന്റെ മുറിവാതിൽ, ആ വാതിൽ തുറക്കുന്നതും കാത്ത് അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ഹരിശങ്കരനും സംഘവും. തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന ഗുരുജിയെ ആദ്യം തന്നെ മോചിപ്പിച്ചു. പുറത്തിറങ്ങിയ നിമിഷം ഗുരുജി എങ്ങോട്ടോ തിടുക്കത്തിൽ നീങ്ങാനാണ് തുടങ്ങിയത്. ഹരിശങ്കര, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം. അപകടമൊന്നും കൂടാതെ നിങ്ങൾ തെക്കുംപാടത്തേക്ക് വന്നോളൂ. ഇപ്പോൾ ഒന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ല. അത്രയും പറഞ്ഞെന്ന് വരുത്തി ഗുരുജി പടിപ്പുരയിലേക്ക് കുതിക്കുകയായിരുന്നു. എന്തെങ്കിലും ഗുരുതരപരമായ കാരണമില്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ലെന്ന് ഹരിശങ്കരൻ അറിയാം. മുഴുമിപ്പിക്കാൻ കഴിയാത്ത പൂജയിൽ നിന്നും ഞെട്ടിയുണ്ടെന്നപ്പോൾ തന്നെ അപകടത്തെക്കുറിച്ചൊരാശങ്ക വീരഭദ്രനുണ്ടായി. അവന്റെ നെഞ്ച് അകാരണമായി തുടിക്കുകയും ചെയ്തു. 100 പന്തങ്ങളിൽ നിന്നുള്ള പ്രകാശം വാതിലിന്റെ മുകളിലെ അഴികളിൽ കൂടി ഉള്ളിലേക്ക് എത്തുകയും ചെയ്തുവല്ലോ. എല്ലാ കണക്കുകൂട്ടലും ഇവിടെ പിഴയ്ക്കാൻ പോവുകയാണോ? വീരഭദ്രൻ ആദ്യമായി പതിച്ചു. വീരഭദ്ര, വാതിൽ തുറന്നോളൂ. തുറക്കുന്നതാ നിനക്ക് നല്ലത്. തുറന്നില്ലേലും ഞങ്ങൾ അകത്തു കയറും. അതിനിടവരരുത്തരുത്. നിമിഷങ്ങളെ കഴിഞ്ഞുള്ളൂവെങ്കിലും ആ നിമിഷങ്ങളുടെ അക്ഷമ അസഹനീയമായിരുന്നു. ഹരിശങ്കരന്റെ ശബ്ദം വീരഭദ്രൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ വീണ്ടും നടുക്കം. ഒരാളല്ല, പുറത്ത് അടുത്ത ശബ്ദം. അടുത്ത ക്ഷണം വീരഭദ്രനും അറിഞ്ഞു. ആതിൽ തുറക്കാൻ ഞാനാണ്. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. തിരിച്ച് നിലവറയിലേക്ക് കുതിച്ച അവൻ തിടുക്കത്തിൽ നിലവിളക്ക് കൊളുത്തു. ഇല്ലത്തിനു ചുറ്റും തീ പടർന്നു കഴിഞ്ഞപ്പോൾ ചതിവ് പറ്റിയിരിക്കുന്നു. തന്റെ കള്ളം പൊളിഞ്ഞിരിക്കുന്നു. അതങ്ങനെ സംഭവിച്ചു. വീരഭദ്രന്റെ കണ്ണുകൾ കുറുകിയുണർന്നു. ആ നിർണായക നിമിഷത്തിലും അവന്റെ വലതുകൈ താടിയിലേക്ക് ഉയർന്നു. അപ്പോൾ അറിയാതെ ചുണ്ടിലേക്കൊരു പുഞ്ചിരി വിരുന്നിനെത്തി. ഊർജ്ജസ്വലതയോടെ കത്തുന്ന തിരുനാളങ്ങൾക്ക് മുമ്പിൽ വീരഭദ്രൻ ധ്യാനശീലനായി. മുകളിതമായ കൈകൾ ശിരസിന് മുകളിലേക്ക് ഉയർത്തി. ഇടതുകൽപാദം വലതു തുടയിലേക്ക് എടുത്തു വെച്ചു. ഒരു നിമിഷം കൊണ്ട് ഫലം ലഭിക്കാൻ ഒറ്റക്കാലിൽ നിന്നുള്ള ഈ തപസ്സിനെ സാധ്യമാവും. പ്രശുദ്ധമായ മനസ്സ് ഒരു നെടുനേരം ഏകാഗ്രമായി. ആ ധ്യാനത്തിന്റെ ഫലം പ്രവചനീതാതമായിരുന്നു. കൊല്ലൂർ മനയ്ക്ക് മുകളിലെ ആകാശത്തൊരു കൊള്ളിയാൻ മുല്ലി, ചെകിടടുപ്പിക്കുന്ന ഇടിനാദം. ഒപ്പം ആകാശത്തിന്റെ ഉറവ് പൊട്ടിയതുപോലെ ഘോരമാരി പെയ്യാനും തുടങ്ങി. കൊല്ലൂർ ഇല്ലത്തിന് മുകളിലെ ഒരു വളപ്പിനു മാത്രം പെയ്യുന്ന പേമാരി, തുള്ളിക്കൊരുകുടം പോലെ പെയ്യുന്ന ആ മാരിക്കൈകൾ അഗ്നിനാവുകളെ പിഴുതെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹരിശങ്കരനും സംഘവും ഞെട്ടി. തങ്ങളുടെ ഉദ്ദേശം വീരഭദ്രൻ മനസ്സിലാക്കി കഴിഞ്ഞു ഉറപ്പായി. വാവൻ വാതിൽ തുറക്കുന്നത് കാത്തു നിന്നാൽ ശരിയാവില്ല. ഇനി അത് തുറക്കുമെന്ന് തോന്നുന്നില്ല. തല്ലിപ്പൊളിക്കുക തന്നെ. വാതിൽ പാളികൾ തുറക്കപ്പെടുന്ന നിമിഷം കൂടി നിൽക്കുന്നവർ ഒരുമിച്ചുള്ള ആക്രമണമാണ് കണക്കൂട്ടിരുന്നത്. അതാണ് പിഴച്ചത്. ഗുരുജിയെ ബന്ധിച്ചിരിക്കുന്ന മുറി പൊളിച്ചതുപോലെ വീരഭദ്രന്റെ മുറിവാതിലുകളും ചവിട്ടിപ്പൊളിക്കേണ്ടതായിരുന്നു. കൺമുന്നിൽ കാണുന്ന ആത്മവിശ്വാസതയ്ക്ക് മുന്നിൽ അമ്പരന്ന് നിൽക്കാനേ അവർക്കായുള്ളൂ. മഴക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ പന്തങ്ങൾ അണഞ്ഞു പോകുന്ന പോലെ. വീരഭദ്രൻ ഒറ്റക്കാലിൽ നിന്നുള്ള മന്ത്രജപം അവസാനിപ്പിച്ചില്ല. അവന്റെ പുഞ്ചിരിക്ക് ഇപ്പോ രൂപപരിണാമം വന്നിരിക്കുന്നു. ക്രൂരതയുടെ ഒരു ഭാവം ആ കണ്ണുകളിൽ തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. യാതൊരു ദാക്ഷിണ്യത്തിന്റെയും ആവശ്യമില്ല. അതിക്രമിച്ച് കയറി വന്ന് അക്രമം പ്രകടിപ്പിക്കുന്നത് ആരായാലും മാപ്പർഹിക്കുന്നില്ല. ഇനിയൊരിക്കൽ കൊല്ലൂർ മനക്കിലേക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടെ കയറി വരും മുമ്പ് ആരും രണ്ടാമതൊന്നുകൂടി ആലോചിക്കണം. അതിന് തക്കതായ ഒരനുഭവം അവർക്ക് നൽകിയേ പുറത്തുവിടാവൂ. അതിനുവേണ്ടി അവൻ പൂജ തുറന്നത്. ആലോചിക്കുന്ന കാര്യം ആ നിമിഷം സാധിക്കാൻ മാത്രം കെൽപ്പുള്ള മാന്ത്രികനാണ് താനെന്ന് കയറി വന്ന കീടങ്ങൾക്കറിയില്ല. അതവരറിയുന്നത് കൂടി വേണം. ഏതായാലും തന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് കാര്യമറിയിച്ചു വിടാനും താൻ ബാധ്യസ്ഥനാണ്. ഹരിശങ്കരൻ ഒപ്പമുണ്ടായിരുന്ന ഒരുവന്റെ ആദ്യത്തെ ചവിട്ട് വീരഭദ്രന്റെ മുറിവാതിൽ ഏറെ നിമിഷത്തേക്ക് അത് സംഭവിച്ചു. കൊടുങ്കാറ്റിന്റെ മൂളക്കം പോലെ ഒരു ശബ്ദം, അതോ തിരമാലകളുടെ ഹുങ്കാരം പോലെ? ഏതായാലും മിന്നൽ പിണറിന്റെ വേഗത്തിലാണ് ശബ്ദം കൊല്ലൂർ പുളപ്പിൽ പ്രകമ്പനമായി പടർന്നത്. ഹരിശങ്കരനും സംഘവും പരിഭ്രാന്തരായി ചുറ്റും നോക്കി. അടുത്ത മുഹൂർത്തത്തിൽ ഇല്ലമുറ്റത്തെ മണൽത്തരികൾ ഒരുമിച്ച് ചേർന്ന് തിരമാല പോലെ ഉയർന്ന് അവരെ ആക്രമിച്ചു. ചരലുകൾ വർഷപാതമായി ഓരോരുത്തരെയും ആഞ്ഞടിച്ചു. കൊല്ലൂർ മനയുടെ മുറ്റത്തു നിന്ന് നിലവിളിയുടെ മാറ്റിൽ ഉയരാൻ തുടങ്ങി. ഹരിശങ്കരൻ ആകെ വിരണ്ടു. എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ ആയിപ്പോയി. നിമിഷാർത്ഥം എങ്ങനെയോ ആ വളപ്പിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നു ഓരോരുത്തർക്കും. ഗുരുജിക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പോംവഴി പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞേനെ. ഇങ്ങനെ ഒരു പ്രത്യാക്രമണം ഉണ്ടാവുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. മരുഭൂമിയിലെ മണൽക്കാറ്റ് പോലെ അനുനിമിഷം വളരുന്ന കാറ്റ്. ഒരു വേള ആ കാറ്റ് തങ്ങളെ എടുത്തെറിഞ്ഞേക്കുമെന്ന് പോലും അവൻ ഭയന്നു. കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല. ഗുരുജി എവിടേക്കാണ് കുതിച്ചത്? ഏതോ ഒരു നിമിഷത്തിൽ ഹരിശങ്കരൻ ഗുരുജിയെ ഉറക്കെ വിളിക്കുക പോലും ചെയ്തു. അതൊരു നിലവിളിയായിരുന്നു. ഹരിശങ്കരന്റെ ശബ്ദം വീരഭദ്രൻ വ്യക്തമായും കേട്ടു. അവന്റെ മുഖത്ത്
ക്രൂരമായ ഒരു ചിരിയുദിച്ചു. പുറത്തുള്ളവർ പരിക്ഷീണിതനായി ഇരിക്കുകയാണ് എന്നറിയുന്ന നിമിഷം വീരഭദ്രൻ ഇടതുകാലം നിലത്തൂന്നി. മന്ത്രദാനം അവസാനിപ്പിച്ചിരിക്കുന്നു. അവൻ കൊല്ലൂർ മനയിൽ മാത്രം വീശിയടിച്ചിരുത്തുന്ന മണക്കാറ്റ് അവസാനിച്ചിരിക്കുന്നു. ഹരിശങ്കരന്റെ ഒപ്പം വന്നവരിൽ ഒട്ടുമിക്കാൽ പേരും ആ മുറ്റത്ത് വീണുകിടക്കുകയായിരുന്നു. അവർക്ക് മുന്നിൽ വാതിൽപ്പാളികൾ തുറക്കപ്പെട്ടു. ആ പടിയിൽ ചവിട്ടി വീരഭദ്രൻ പേരറിയാത്ത ഒരു ദേവന്റെ പൂർണ്ണകായ പ്രതിമ പോലെ നിന്നു. കയ്യിൽ പൂച്ചയുടെ ജയം. പൂച്ചയെ ഹരിശങ്കരന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, ഇതുകൂടി കൊണ്ടുപോയിക്കോളൂ ഹരിശങ്കര. ഇതുവരെ ഗുരുജി ഇതിന്റെ ശരീരത്തിലായിരുന്നു. ഗുരുജിയെ മോചിപ്പിക്കാൻ കഴിഞ്ഞല്ലോ, മിടുക്കൻ. ഇനി എനിക്ക് വെറുമൊരു പൂച്ചയുടെ ജഡത്തിന്റെ ആവശ്യമില്ല. തിരിച്ചറിഞ്ഞ സ്ഥലത്ത് ഇനി ഒളിച്ചു കളക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനിയുള്ളത് നേർക്ക് നേരെ ആകാമെന്ന് ഗുരുജിയോട് പറഞ്ഞേക്ക്. ഒരു കാര്യം കൂടി ഓർത്തോ, നീ ഉൾപ്പെടെ ഒരുത്തനും ഈ ഇല്ലവളപ്പിന്റെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന വിദ്യയും എനിക്കറിയാൻ വയ്യാണ്ടല്ല. ഒരു പ്രാവശ്യത്തേക്ക് എല്ലാവർക്കും ഞാൻ മാപ്പ് തരുന്നു. എന്റെ ഔദാര്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നതെന്ന് കൂടി ഗുരുജിയോട് പറയാൻ മടിക്കണ്ട. അവർക്ക് മുമ്പിൽ ആ വാതിലുകൾ വലിച്ചടയ്ക്കപ്പെട്ടു. ഹരിശങ്കരൻ ഒരു ദീർഘനിശ്വാസം ഉതിർത്തു. തോറ്റമ്പുന്ന പടയാളികളെപ്പോലെ അവർ കൊല്ലൂർ മന വിട്ടു. അവിടെ നടന്നതൊന്നും അറിയാതെ ഗുരുജി ശ്രീമംഗലം കുന്നിന്റെ താഴ്വാരയിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും വളരെ അകലെ വെച്ച് അദ്ദേഹം കണ്ടു കുന്നിൻ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു നിഴൽ. ഇരുട്ടായിരുന്നിടത്ത് അദ്ദേഹം ആ നിഴൽരൂപത്തെ തിരിച്ചറിയുകയും ചെയ്തു. സേതുലക്ഷ്മി. അവളെ കാത്തിരിക്കുന്ന അപകടത്തിന്റെ ഭീകരത ഓർത്തപ്പോൾ അറിയാതെ ആ വൃദ്ധന്റെ കാലുകൾക്ക് വേഗതയേറി. സേതുലക്ഷ്മി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ വീരഭദ്രനെ കൽപ്പിച്ചിട്ടുള്ള അവളുടെ ദുർവിധിക്ക് സമീപമെത്തിയിരുന്നു. അതെ, കൊല്ലിയിലേക്ക് ഇനി ഏതാനും ചൂടുകൾ മാത്രം. അരുത്, അങ്ങോട്ടും നീങ്ങരുത്, മോളെ സേതുലക്ഷ്മി. ഗുരുജി നിലവിളിക്കും പോലെയായിരുന്നു വിളിച്ചത്. പക്ഷേ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് അണഞ്ഞില്ല. ഉള്ള ശക്തി മുഴുവനും എടുത്ത് ഒരു കുതിപ്പ് കുതിച്ചു. സേതുലക്ഷ്മിയുടെ പാദങ്ങൾ കൊല്ലിയുടെ വക്കിലേക്കെത്തിയ മുഹൂർത്തം കാൽ തട്ടി കമന്നടിച്ച് ഗുരുജി കൈയെത്തിപ്പിടിച്ചു. സേതുലക്ഷ്മിയുടെ പാവാടത്തുമ്പിൽ പിടിച്ച് പിന്നോക്കം വലിച്ചു. ആരുടെയോ പുണ്യം. കൊല്ലൂരിലെ പൂജാമുറിയിൽ മഷീട്ട കിണ്ണത്തിൽ തന്നെ മിഴിനിട്ടിരുന്ന വീരഭദ്രൻ ആ രംഗം കണ്ട് പതച്ചു. ഒരങ്കുലത്തിന്റെ വ്യത്യാസത്തിൽ സേതുലക്ഷ്മി രക്ഷപ്പെട്ടിരിക്കുന്നു. ഗുരുജി അവളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ എങ്ങോട്ട്? വല്ലാത്തൊരു പകയോടെ അവൻ പിടഞ്ഞെഴുന്നേറ്റു. നിലവിളക്കിൽ നിന്നൊരു തിരിയെടുത്ത് ധൃതിയിൽ മൺചരാത് കൊളുത്തി. ചരാതിന്റെ തിരുനാളത്തിൽ മങ്ങി മങ്ങി ഉണരുന്ന നാരായണൻ തിരുമേനിയുടെ മുഖം. ആ കണ്ണുകളിൽ ഭീതി വീരഭദ്രൻ തിരിച്ചറിഞ്ഞു. അങ്ങേക്കൊരിക്കൽ കൂടി പുറത്തേക്ക് പോകാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരാൻ പോവുകയാണ്. കൂട്ടിന് മറ്റു ചിലരെയും കൂടി അയക്കുകയും ചെയ്യാം. ആ ശംഖുശാരാലെ പോലെ രണ്ടുപേരെ കൂടി. സമയമില്ല, ഇപ്പോ തന്നെ പുറപ്പെട്ടോളൂ. വീരഭദ്രൻ വിളക്കിനു മുന്നിലെ ആവണിപ്പലകയിൽ വന്നിരുന്നു. അവന്റെ ചുണ്ടുകളിൽ നിന്നുതിരുന്ന ധ്യാനശോകം കിട്ട് നാരായണൻ തിരുമേനിയുടെ ആത്മാവ് പിടഞ്ഞു. അവൻ, ഗുരുജിയും സേതുലക്ഷ്മിയും അവരിവിടുന്ന് ശ്രീമംഗലാം കുന്നിന്റെ താഴ്വാരയിൽ നിന്നും എവിടേക്കും രക്ഷപ്പെട്ടുകൂടാ. അത് വീരഭദ്രന്റെ ഭാഷയായിരുന്നു. ഇനി ഒന്നിനും അവധി വെക്കേണ്ടതില്ല. പൂജയുടെ അവസാനം ഒരു പിടി അക്ഷതം അവൻ പൂജാമുറിയിൽ വിതറി. തിരുനാളത്തിൽ നിന്നും തിരുമേനിയുടെ മുഖം അപ്രത്യക്ഷമായതുപോലെ. സേതുലക്ഷ്മിയെയും ചേർത്ത് പിടിച്ച് കുന്നിറങ്ങി തുടങ്ങിയിരിക്കുന്ന ഗുരുജി പെട്ടെന്ന് നിന്നു. അവരെ ചുറ്റി വേട്ടപ്പട്ടികളുടെ ഒരു പട. വീരഭദ്രന്റെ ദുർമൂർത്തികൾ. അധ്യായം 20. പളുങ്കുകോളങ്ങൾ പോലെ ഇരുട്ടിൽ തിളങ്ങുന്ന 100 കണ്ണുകൾ. ചുഴലിക്കാറ്റിന്റെ മൂളക്കം പോലെ നായ്ക്കൂട്ടങ്ങളുടെ അണപ്പിന്റെ ശബ്ദം കേട്ടു. നിദ്രാടനം വിട്ടുറുന്ന സേതുലക്ഷ്മി വിഹ്വലതയോടെ ഒന്നുകൂടി ഗുരുജിയോട് ചേർന്നു നിന്നു. നീ ഭയപ്പെടേണ്ട മോളെ, ധൈര്യമായി നിൽക്ക്. ഗുരുജി അവളുടെ നെറുകിയിൽ തഴുകി. അവൾ സമാധാനിപ്പിച്ചു. പക്ഷേ സ്വന്തം ഹൃദയത്തിൽ ഒരു കടലിരുമ്പുന്നത് അദ്ദേഹം സ്വയം അടക്കി. വീരഭദ്രൻ തുറന്നുള്ള ആക്രമണത്തിന് സന്നദ്ധനായി കഴിഞ്ഞിരിക്കുന്നു. ശത്രുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാൽ ഒട്ടക്കും ഒരു നീക്കുപോക്കുണ്ടാവുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അത് വീരഭദ്രനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സമാധാനം കൂടി നഷ്ടമാവുകയാണ്. അപകടകാരിയാണ് അവൻ. ഗുരുമുഖത്തു നിന്നും പഠിച്ച ഒന്നും അവൻ അറിയില്ല. വികലമായ ഒരു സ്വയം പഠനത്തിനാണ് അവൻ ഒരുങ്ങിയത്. ഇപ്പോ സിദ്ധി നേടിയതും അത് അപകടമാണ്. ഇന്നപ്പോൾ ഇന്നതുപോലെ വേണമെന്ന് അറിയാതെ, അടവുകൾ അറിയാതെ യോദ്ധാവിനെ പോലെ അവൻ പടവിട്ടു. ആദിമാധ്യങ്ങളില്ലാതെ ഒരുതരം പ്രാകൃത മുറയായിരിക്കുന്നു അത്. ഇനി ഒരു നിർബാന്ത്രികനായാലും വിധിയാമണ്ണം മത്സരിക്കുകയാണെങ്കിൽ പ്രതികരിക്കാൻ ഒരു ഉന്മേഷമുണ്ടാകും. വീരഭദ്രന്റെ കാര്യത്തിൽ അതൊന്നും പ്രതീക്ഷിക്കുകയേ വയ്യ. ഏതു നേരത്തും എന്താണുണ്ടാവുകയെന്ന് ഒരു മുൻവതിക്കും സാധ്യതയില്ല. സേതുലക്ഷ്മിയെ ശ്രീമംഗലം കുന്നിന്റെ നെറുകയിലേക്ക് ആവാഹിച്ചു വിട്ടിട്ട് അവളുടെ ദുരന്തം കാണാൻ അവൻ കാത്തിരിക്കുകയായിരിക്കണം.
കൊല്ലൂർ മനയിൽ നിന്നും താൻ രക്ഷപ്പെട്ടു പോകുന്നത് നേരെ എവിടേക്കാണെന്ന് അവൻ തീരുമാനിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ തങ്ങളെ ഒരിക്കലും ഗ്രാമത്തിലേക്ക് മടക്കി അയക്കാതിരിക്കാനുള്ള വീരഭദ്രന്റെ അടവ് വ്യക്തമായി കഴിഞ്ഞല്ലോ. ദുർമൂർത്തികളുടെ ഒരു പടയെ തന്നെ അവർ തങ്ങൾക്കെതിരെ നിയോഗിച്ചിരിക്കുന്നു. ഗുരുജിയുടെ കണ്ണുകൾ ചുറ്റും പരുതി. ഇല്ല, ഒരു പഴുതുമില്ല. ഒരു ചക്രവ്യൂഹം പോലെ നായ്ക്കൾ തങ്ങളെ വളഞ്ഞു നിൽക്കുകയാണ്. കൃത്യമായ ഒരകലം സൂക്ഷിച്ചു നിൽക്കുന്ന അവറ്റകൾ മെല്ലെ മെല്ലെ മുന്നോട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിൽ അവറ്റകൾ ഒന്നൊന്നായി താഴെ തങ്ങളുടെ മേലേക്ക് ചാടി വീഴും. നൂറായി ചിന്ന ഭിന്നമാകുന്ന ശരീരത്തിൽ അവസാനത്തുള്ളി രക്തവും നുടഞ്ഞിട്ട് അവറ്റകൾ അപ്രത്യക്ഷമാവും. ദുർമൂർത്തികളുടെ നിയോഗങ്ങളെക്കുറിച്ച് മാത്രമേ വ്യക്തമായും തനിക്കറിയാം. മുന്നിലെത്തിരിക്കുന്ന മൂർത്തിയെ കൃത്യമായി അറിയാമായിരുന്നുകൊണ്ട് ഗുരുജിക്ക് മരണഭയമുണ്ടായിരുന്നില്ല. സേതുലക്ഷ്മിയെക്കുറിച്ചായിരുന്നു ഉത്കണ്ഠ മുഴുവൻ. ആലോചിച്ചു നിൽക്കാൻ സമയമില്ല. എന്തെങ്കിലും ഈ നിമിഷം ചെയ്യേണ്ടിയിരിക്കുന്നു. മനസ്സ് ഏകാഗ്രമാക്കി ഗുരുജി ഇപ്പോൾ തന്നെ രക്ഷിക്കാൻ പ്രാപ്തനായ ഉപാസനമൂർത്തിയെക്കുറിച്ചുള്ള പ്രീണന മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അപ്പോ ഗരുഡഭംഗത്തിന്റെ സാന്നിധ്യമാണ് ആവശ്യം. ഗുരുജി ഗരുഡമന്ത്രം ചൊല്ലിത്തുടങ്ങി. ആ ജാനുതബു വഹ്മോ പ്രഭ മത ഹിപ്മത് പ്രഘോനബദ സാക്ഷ രാം തട്നത് കുങ്കുമാം ബദാം പ്രമും കുലുസമാം ശ്യാമളോം മൃദ്ധുനീ ശാന്താം വ്യാപൃതാം ബ്രഹ്മോണ്ടമൃതം ദ്വിജിനം പ്രകുദ്ധരോധരാം തർഷം നീലാംഗ്രസരം നദം ദുരിതാരം പക്ഷിരാജു നമമ. കാലടി മുതൽ മുട്ടുവരെ ചുട്ടുപഴുപ്പിച്ച സ്വർണ്ണ നിറവും നാഭീപ്രവേശം മുതൽ മഞ്ഞുപോലെ വെളുത്ത നിറവും കഴുത്തുവരെ കുങ്കുമ നിറവും ശിരസിൽ വണ്ടുകളെപ്പോലെ നീല നിറവും ശാന്തനും ബ്രഹ്മാണ്ഡ വ്യാപിയും 2 കൈകളോടും കൂടിയവനും അഭയത്തെ നൽകുന്നവനും പിങ്കളവർണ്ണനും കണ്ണുകളും ഉഗ്രമായ കൃഷ്ണമണികളും ഉള്ളവനും നീല നിറമായ നാസികയോട് കൂടിയവളും ഭക്തന്മാരുടെ പാപത്തെ നശിപ്പിക്കുന്നവനും പക്ഷിരാജാവുമായ ഗരുഡനെ ഞാൻ നമസ്കരിക്കുന്നു. ധ്യാനമന്ത്രം ഉരുവിട്ടു തീർത്ത മാത്രയിൽ ഇരുട്ടിൽ നിന്നൊരു ഭീമാകാരമായ ചെറുകടിയൊച്ച കേൾക്കാമെന്നായി. മൂർത്തി സാന്നിധ്യമറിഞ്ഞ ഗുരുജി മുകളിത പാണികളോടെ നിന്നു. പ്രിയമുള്ളവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. ഈ നോവലിന്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിനായി നമ്മൾ കാത്തിരിക്കുക. അടുത്ത ഭാഗത്തിൽ നമ്മൾ ഈ ഒരു ആപത്തിൽ നിന്നും രക്ഷപ്പെടുമോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. വീരഭദ്രനും ഗുരുജിയും ഒരുപോലെയുള്ള ശത്രുക്കളാണ്. ഹരിശങ്കറിന് ഇവർക്കിടയിൽ എന്തെങ്കിലും ചെയ്യുമോ അല്ലേ? എന്തായാലും കാത്തിരിക്കുക തന്നെ. നമ്മുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ 32 മിനിറ്റാണ് ഈ ഒരു അധ്യായം ഉള്ളത്. കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്, ടൈം ലെഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.